ഹലോ ഗുഡ് മോർണിംഗ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ടൈപ്സും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് പ്രോസസ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ സ്റ്റേജസ് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത്. അതിൽ ആദ്യ സ്റ്റെപ്പ് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി എന്നുള്ളതാണ്. എ സ്റ്റോക്ക് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മസ്റ്റ് ബി അസർട്ടൈൻഡ് ആൻഡ് കെപ്റ്റ്. നിലവിൽ എത്ര സ്റ്റാഫുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി അത് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ എത്ര വർക്ക് ഫോഴ്സ് ഉണ്ട്, എത്ര സ്റ്റാഫുകളുണ്ട്, ഇതാദ്യം തന്നെ തീരുമാനിക്കണം, അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്. ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് ആർ ഫോർകാസ്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്താ പറയുന്നത്, നമുക്കിനി എത്ര മാൻ പവർ ആവശ്യമുണ്ട് എന്നുള്ളത്, എത്ര ആളുകളെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം, മുൻകൂട്ടി കാണണം. ഈ മുൻകൂട്ടി കാണുന്നത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്? നമ്മുടെ പ്രൊഡക്ഷൻ്റെ ബേസിസിൽ, പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റി, ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ്, അതുപോലെ തന്നെ സെയിൽസ് എത്രത്തോളം ഉണ്ടാവുന്നുണ്ട്, ബജറ്റ്, നമ്മുടെ ബജറ്റ്, ഇന്ന് കയ്യിലുള്ള ഫിനാൻസ് ഫണ്ട് എത്രയാണ്, അതുപോലെ തന്നെ വർക്ക് ലോഡ് അനാലിസിസ്, ഓരോ ആളുകൾക്കും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന വർക്ക് ലോഡിൻ്റെ അളവ് എത്രയാണ്, അല്ലെങ്കിൽ ഇന്ന് ആ ഒരു ഓർഗനൈസേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ടോട്ടൽ വർക്ക് ലോഡ് എത്രയാണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഒരു ലേബേഴ്സിന് അവിടെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് മൂലം അവർ പിരിഞ്ഞു പോകുന്നതിന്, ലീവ് ചെയ്യുന്നതിനൊക്കെയാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുക. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ ആബ്സെൻറ്റീസം, ലീവ് എടുക്കുന്നവരുടെ അല്ലെങ്കിൽ ആബ്സെൻ്റ് ആവുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം, ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് നോക്കണം, പ്രൊമോഷൻസ് ഉണ്ടോ എന്ന് നോക്കണം, റിട്ടയർമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ, സ്റ്റാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് തീരുമാനിക്കാൻ, നമുക്ക് എത്രത്തോളം മാൻ പവർ ഫ്യൂച്ചറിൽ നീഡ് ഉണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ടാണ്. The chart will show who will be promoted to the coming year, what are the number of vacancies, who will retire in the coming years. പിന്നീട് ഉണ്ടാക്കേണ്ടത് ഒരു മാൻ പവർ ചാർട്ടാണ്. അതായത് ആരൊക്കെ ഇനി അടുത്ത വർഷം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും, പ്രൊമോഷനിൽ പോകുന്നുണ്ടാവും, അതുപോലെ തന്നെ എത്ര ആളുകൾ ലീവ് ചെയ്യുന്നുണ്ടാവും, റിട്ടയർ ചെയ്ത് പോകുന്നുണ്ടാവും, എത്ര വാക്കൻസി വരാനുള്ള ചാൻസ് ഉണ്ട്, ഇതെല്ലാം കാണിക്കുന്ന ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് മാൻ പവർ പ്ലാനിങ്ങിലെ നെക്സ്റ്റ് സ്റ്റേജ് പറയുന്നത്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻ ആണ്. ഇത്രയും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലാൻ റെഡി ആക്കുകയാണ്. ദ പ്ലാൻസ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓർ ഫോർ എ ലോങ് പീരീഡ്. ഷോർട്ട് പീരീഡിലേക്കുള്ളതും പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ലോങ് പീരീഡിലേക്കുള്ള ചാർട്ടും പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ദെൻ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള പേഴ്സണൽസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടാവും, സെലക്ട് ചെയ്യുന്നുണ്ടാവും, അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കും, ട്രാൻസ്ഫർ കൊടുക്കും, പ്രൊമോഷൻ കൊടുക്കും. ഇത്തരത്തിലുള്ള എല്ലാ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസും കൂടെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ള ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, ഇത്രയാണ് അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് വരുന്നത് കേട്ടോ. ദെൻ നമുക്ക് നോക്കാനുള്ളത് ലിമിറ്റേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ലിമിറ്റേഷനിൽ ഫസ്റ്റ് വരുന്നത് ഇൻഅക്യുറസിയാണ്, കൃത്യതയില്ലായ്മ. അപ്പോൾ ദ പ്ലാനിങ് ഈസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ഫോർകാസ്റ്റിംഗ് ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. നമ്മൾ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ്, നമ്മൾ പ്രവചിക്കുകയാണ് ഫ്യൂച്ചറിൽ എത്രത്തോളം ആ ഒരു മാർക്കറ്റിൽ ലാബേഴ്സിന് സപ്ലൈ ഉണ്ടായിരിക്കും, അതായത് നമുക്ക് ആവശ്യമുള്ള സ്കിൽഡ് ലാബേഴ്സ് എത്രത്തോളം അവൈലബിൾ ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് എത്ര ഡിമാൻഡ് വരും, അല്ലെങ്കിൽ മാർക്കറ്റിൽ അവർക്ക് എത്ര ഡിമാൻഡ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ നേരത്തെ മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്ത് അതിൻ്റെ ബേസിലാണ് നമുക്ക് ആവശ്യമുള്ള ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒരു പ്രവചനം പോലെ മുൻകൂട്ടി കാണുന്നതായതുകൊണ്ട് തന്നെ അത്രത്തോളം കറക്റ്റാണ് അല്ലെങ്കിൽ കൃത്യത ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് ഇൻഅക്യുറസി വരുന്നത്, കൃത്യത ഇല്ലായ്മ എന്നുള്ളത് വരുന്നത്. ഓക്കെ, കനോട്ട് ബി 100% അക്യുറേറ്റ് പ്രോസസ്സ്. ഒരു 100% അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം മുൻകൂട്ടി കാണുകയാണ്, അല്ലെങ്കിൽ പ്രവചിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം കൃത്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ റെസിസ്റ്റൻസ് ഓഫ് എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് പുതിയ മാൻ പവറൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് അതിനൊക്കെ എതിർപ്പ് ഉണ്ടാവാനും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്പേസ് പോകുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നോൺ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടോപ്പ് ലെവൽ മാനേജേഴ്സ്. വേറൊരു പ്രോബ്ലം വരുന്നത് പ്ലാനിങ്ങിൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ പാർട്ട് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻ. ദെൻ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് എന്നുള്ളതാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ദെൻ കൺസ്ട്രെയിൻസ് ലൈക്ക് ലേബർ ടേൺ ഓവർ, ആബ്സെൻറ്റീസം, ടെക്നോളജിക്കൽ ചേഞ്ചസ് എക്സെട്ര. ഈ രീതിയിലുള്ള, അതായത് ലേബർ ടേൺ ഓവർ വരാനുള്ള ചാൻസസ് ഉണ്ട്, അതുപോലെ ആബ്സെൻറ്റീസം,
ടെക്നോളജിക്കൽ ചേഞ്ചസ് വരിക, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ HR പ്ലാനിങ്ങിന് വരുന്ന ഒരു ലിമിറ്റേഷനാണ് എന്നുള്ളതാണ്. ഇത്രയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. നമ്മൾ നേരത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജീസൊക്കെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രൊവൈഡ്സ് എ സിസ്റ്റമാറ്റിക് പ്ലാൻ ആൻഡ് എസെൻഷ്യൽ റോഡ് മാപ്പ് ഫോർ കോർപ്പറേറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഓപ്പറേഷൻ. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് തരും? സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാൻ, അതുപോലെ തന്നെ ഒരു എസെൻഷ്യൽ റോഡ് മാപ്പ്, അതായത് ഒരു ക്ലിയർ കട്ട് പാത്ത്, ക്ലിയർ ആയിട്ടുള്ളൊരു ഒരു വഴി നമുക്ക് തരുന്നുണ്ടാവും. എന്തിനെ? ഫോർ കോർപ്പറേറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഓപ്പറേഷൻ. ഒരു ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഓപ്പറേഷൻസിന് നല്ലൊരു പാത്ത് അല്ലെങ്കിൽ ഒരു നമുക്ക് തരുന്നത് എന്താണ്? സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതൊന്നുമില്ല, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജീസും ഒബ്ജക്റ്റീവ്സൊക്കെ ക്ലബ് ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതിനെയാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയാം. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ആ സ്ട്രാറ്റജീസൊക്കെ ലിങ്ക് ചെയ്ത് അതും കൂടെ ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷന് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. The ability and efficiency of the human resource department plays an important role in the implementation of new corporate strategies. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം ഏബിൾ ആണ് അല്ലെങ്കിൽ നല്ല എബിലിറ്റിയും എഫിഷ്യൻസി ഉള്ളതാണ്, അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റിൻ്റെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ്റെ സ്ട്രാറ്റജീസും ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യാനും അറ്റൈൻ ചെയ്യാനൊക്കെ വളരെ വലിയ റോള് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്, ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിസും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട്. ഇനി സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്സ് മിഷൻ ആണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് വാട്ട് ആൻ ഓർഗനൈസേഷൻ വാണ്ട്സ് ടു. സോ സ്ട്രാറ്റജിക് പ്ലാനിങ് സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ മിഷൻ ആണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് വാട്ട് ആൻ ഓർഗനൈസേഷൻ വാണ്ട്സ് ടു അക്കംപ്ലിഷ് ഓവർ ടൈം. എന്താണ് മിഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഒരു ടൈം പീരീഡിൽ നമുക്ക് എന്തൊക്കെ അക്കംപ്ലിഷ് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് മിഷൻ എന്ന് പറയാം. അതായത് നമുക്കൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് വേണം അക്വയർ ചെയ്യാൻ, അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ നമ്മൾ ഓർഗനൈസേഷൻ നമ്മൾ എവിടെ എത്തിക്കണം, ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് മിഷൻ എന്ന് പറയുക. ഓക്കെ, ആൻഡ് ഓൾസോ വാട്ട് പ്രിൻസിപ്പിൾസ് ദി കമ്പനി വിൽ ഫോളോ ടു ഡു സോ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്പനി എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് മിഷൻ എന്ന് പറയാം. മിഷൻ വിഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ മിഷൻ എന്ന് പറയുമ്പോൾ ഒരു ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഓവർ ടൈം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക, അതിന് ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ സ്റ്റേജായിട്ട് വരുന്നത്. Then second stage, an organization has to understand the strengths and weakness as well as the opportunities and threats. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, സ്ട്രെങ്ത്സ് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓക്കെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്സ്, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജായിട്ട് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റേജ്, സെറ്റിംഗ് ഔട്ട് ഒബ്ജക്റ്റീവ്സ്. ഓൾ ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, ലോങ് ടേം ഒബ്ജക്റ്റീവ്സും ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സും ഉണ്ടാവും, അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ സ്ട്രാറ്റജി സെറ്റിംഗ് ആണ്. Once everyone is clear on the organization's objectives, they can determine how exactly to reach their goal. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി സെറ്റിംഗ് ആണ്. സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെങ്ങനെ എക്സാക്ട്ലി അച്ചീവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇത്രയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് സ്റ്റെപ്സ് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ എൻഡ് ചെയ്യാണ് കേട്ടോ.